നമസ്കാരം. ഡെമോക്രസിയാണ് ആദ്യം പ്രധാന തല്ലിക്കെട്ടുകൾ. തിരുവനന്തപുരത്തെത്തിയ അന്താരാഷ്ട്ര ഭീകരന്മാരെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്തിയ ഇന്റലിജൻസ് മേധാവിക്ക് കൃഷിമന്ത്രിയെ മാറിപ്പോയി. ജിമ്മി നീയാണോ ജിമ്മി? അല്ല ജിമ്മി. എനിക്കൊന്ന് പരിശോധിക്കണം. അത് കഴിഞ്ഞ് എനിക്കും. അല്ല ജിമ്മി. കൊച്ചിയിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനെതിരെ KSU കെട്ടിയ കോലം പോലീസ് എടുത്തോടി. ഇനി നിൽക്കേണ്ട വലിയ രക്ഷപ്പെട്ട് ആരെ കാണാനില്ല. തലസ്ഥാനത്ത് DGP ലോക്നാഥ് ബെഹ്റയെ കുട്ടികൾ വെള്ളം കുടിപ്പിച്ചു. ഒരാൾക്ക് പോലീസ് ആണെങ്കിൽ അയാളുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം? ഒരുപാട് പുസ്തകവും വായിക്കും. ഞാൻ എല്ലാ ദിവസവും മോളെ രാത്രിയിലെ കിടക്കാൻ മുമ്പ് വായിക്കും. ഏവരും ഉറ്റുനോക്കുന്ന മലപ്പുറം പെട്ടിയിലായി. ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥി. ചിഹ്നം കണ്ടില്ലേ? പെട്ടി പെട്ടി. പറഞ്ഞൊക്കെ ഓർമ്മണ്ടല്ലോ, ചിഹ്നന്മാരെ കുത്തരുത്. നമ്മുടെ ചിഹ്നം പെട്ടി. ഷോക്കേസ്. പ്രതീക്ഷയിൽ ആകാശം മുട്ടി ലീഗ്, ഉറക്കം വരാതെ ഇടതന്മാർ. ആദ്യം ഒന്ന് രണ്ട് ഉത്തരം പറഞ്ഞാൽ മതി. ബാക്കിയാൻ പറഞ്ഞോളാം. 2004 ഉണ്ടായതുപോലുള്ള ഒരു സ്ഥിതി ആവർത്തിക്കാനുള്ള സാധ്യതയാണ് അവിടെ കാണുന്നത്. അവർ അട്ടിമറി വിജയത്തെ പറ്റി പറഞ്ഞിട്ടില്ല. ആരെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കാര്യമായി എന്തോ കുഴപ്പമുണ്ടെന്ന് വിചാരിക്കണം. കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ മഹിജയും സഹോദരനും കുടുംബവും നാട്ടിലേക്ക് മടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിൽ തലസ്ഥാനത്ത് അരങ്ങേറിയ സംഭവവികാസങ്ങൾ നമ്മൾ കണ്ടതാണ്. മകൻ്റെ കൊലയാളികളെ കണ്ടെത്താൻ ഒരമ്മയും ബന്ധുക്കളും ഇറങ്ങിത്തിരിച്ചതിൻ്റെ പിന്നാലെ നടന്ന സംഭവവികാസങ്ങൾ. ഈ പ്രതിഷേധത്തിൽ വിദേശ ഭീകരന്മാർ നുഴഞ്ഞു കയറി വൻ അക്രമം അഴിച്ചുവിടാൻ സാധ്യതയുണ്ട് എന്നാണ് ഇൻ്റർപോളിനേക്കാൾ കഴിവുള്ള നമ്മളുടെ സ്വന്തം ഇൻ്റലിജൻസ് റിപ്പോർട്ട് നൽകിയത്. പ്രശസ്ത സിമൻറ്റ് ഫെവിക്കോൾ വ്യാപാരിയായ തോക്കുസ്വാമി, LLB വിദ്യാർത്ഥിയായ ഷാജഹാൻ, പിന്നെ SUCI നേതാക്കളുമാണ് ആ ലിസ്റ്റിലുള്ള കൊടും ഭീകരന്മാർ. ഈ വിവരം സർക്കാർ അറിഞ്ഞതോടെയാണ് ശാന്തസമരം അക്രമസമരമായത്. അതാണ് നമ്മളുടെ ഇൻ്റലിജൻസിൻ്റെ പവർ. ഇതെല്ലാം കഴിഞ്ഞതോടെയാണ് ഇൻ്റലിജൻസ് മേധാവി മുഹമ്മദ് യാസിൻ കൃഷിമന്ത്രിയെ കാണാൻ പോയത്. അതിബുദ്ധിമാനായ മേധാവി എത്തിയത് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ്റെ വീട്ടിൽ. എന്നിട്ട് ഹലോ മിസ്റ്റർ സുനിൽകുമാർ എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ചു പോലും. ഞാൻ സുനിൽകുമാർ അല്ല എന്ന് ചന്ദ്രശേഖരൻ മന്ത്രി പറഞ്ഞിട്ട് പോലും ഇൻ്റലിജൻസ് മേധാവി സമ്മതിച്ചു കൊടുത്തില്ല അത്രേ. നീയാണോ സർക്കസുകാരൻ ജിമ്മി? അല്ല സർ, ഞാൻ ശിശുവാണ്. നീ ശിശു. അപ്പൊ ജിമ്മി നീയാണോ ജിമ്മി? അല്ല ജിമ്മി. എനിക്കൊന്ന് പരിശോധിക്കണം. അത് കഴിഞ്ഞ് എനിക്കും. അല്ല ജിമ്മി. അല്ല, അമിതാഭ് ബച്ചൻ. ഇപ്പം ഞാൻ എന്താ പറയുക, ഞാൻ വിളിച്ചിട്ടില്ല, എനിക്ക് കാണേണ്ടതും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വേറൊരു മന്ത്രിയെ കാണാൻ വന്നതാണ്. ഇന്റലിജൻസിന് അങ്ങനെ ഒരു പിടിയില്ലാതെ പോയത് വലിയ മോശമാണ്. തലസ്ഥാനത്ത് ഇൻ്റലിജൻസിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ കൊച്ചിയിൽ കഥ വേറെയാണ്. അവിടെ KSU ഒരു സമരം നടത്തി, കോലം കത്തിക്കൽ സമരം. ജിഷ്ണു കേസിലെ പ്രതി ശക്തിവേലിന് ജാമ്യം ലഭിച്ചത് സർക്കാർ അഭിഭാഷകൻ്റെ കഴിവ് കേടുകൊണ്ടാണെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്. എന്നിട്ട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അഥവാ DGPയുടെ കോലം കത്തിക്കാനാണ് KSU തീരുമാനിച്ചത്. എന്നാൽ സമരം തടയാൻ വന്ന പോലീസ് ഇത് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അഥവാ DGP ലോക്നാഥ് ബെഹ്റയുടെ കോലമാണ് തെറ്റിദ്ധരിച്ച് കോലമെടുത്ത് ഓടി. വലിയൊരു
ഇനി നിൽക്കേണ്ട വലിയ രക്ഷപ്പെട്ട് ആരെ കാണാനില്ല കൂടെ ഉണ്ടായിരുന്ന ഈ ഒറ്റ ഐഡിയ ഉള്ളൂ. നീ എന്താടാ ഓടിയത്? അല്ല സാർ, എനിക്ക് വെളിക്കിറങ്ങാൻ മുട്ടിയിട്ട് ഓടിയതാണ് സാർ. താങ്ക് യു. എന്ന് മുതലാടാ അണ്ടർവെയർ ഇട്ട് വെളിക്കിറങ്ങാൻ തുടങ്ങിയത്? ഓപ്പൺ പ്ലേസ് അല്ലേ സാർ, ഒരു മറയ്ക്ക് വേണ്ടി അണ്ടർവെയർ ഇട്ടതാണ്. ഇനി എന്നെ എങ്ങനെ ഇടിച്ചാൽ എനിക്ക് ജീവിതകാലത്തിൽ വെളിക്കിറങ്ങേണ്ടി വരില്ല സാർ. എന്നെ പൊക്കാൻ വേണ്ടി വന്നു. ഞാൻ ഓടട്ടെ. കുപ്പിയുണ്ട്. അമ്മേ പൂതം. അയ്യോ പറ്റിച്ചേ. ഈ സമയത്ത് സാക്ഷാൽ DGP ലോക്നാഥ് ബെഹ്റ എന്ത് ചെയ്യുകയായിരുന്നു? തിരുവനന്തപുരത്ത് കുട്ടികൾക്കൊപ്പമായിരുന്നു അദ്ദേഹം. അവർക്കൊപ്പം കളിച്ചു നടക്കാൻ പറ്റിയ ബെസ്റ്റ് സമയം ഇതുതന്നെയാണ്. എന്തായാലും കുട്ടികൾ കൊച്ചുങ്ങളാണെങ്കിലും ചോദ്യം ചോദിച്ച് DGPയെ വെള്ളം കുടിപ്പിച്ചു. പച്ചക്കറിക്കായത്തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്, വെള്ളരി പിഞ്ചു പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി, തക്കാളി പപ്പാളി അച്ചിങ്ങ മൊച്ചിങ്ങ പീച്ചിങ്ങയോടൊപ്പം പിച്ച നടന്നു ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാടു. പോലീസുകാര് തലയില് ഒരേ സ്ഥലത്ത് ഇങ്ങനെ വെള്ളം ഒഴിച്ചോണ്ടിരിക്കും. രാവിലെ തൊട്ട് രാത്രി വരെ. അപ്പൊ അവരൊക്കെ തോന്നുന്ന പേരിൽ മരണ വെപ്രാളമാണ്. അത് സത്യമാണോ? 2, ഇവിടെ ഇത്രയും കീറിയിട്ട് മുളക് അരച്ച് തേക്കുന്നത് സത്യമാണോ? അങ്ങനെയൊന്നുമില്ല. പോലീസ് അങ്ങനെയൊന്നും ചെയ്യില്ല. പോലീസ് നിങ്ങൾക്ക് കുട്ടികളെ, നിങ്ങളുടെ അച്ഛൻ അമ്മ സഹോദരി സഹോദരൻ എല്ലാവർക്കും സഹായിക്കാൻ വേണ്ടിയിട്ടാ. സിനിമയിലെ കാണാൻ പോലെ അല്ല. സിനിമയിലെ കുറെ ഇങ്ങനെ കാണിക്കും. അല്ല, അതുകൊണ്ട് മോന് പറഞ്ഞ കാര്യം ശരിയാ. കുറച്ച് ഓരോ 2 സമയത്തെ ഒരു ആളെ ഇങ്ങനെ ചെയ്യും, നിങ്ങളിപ്പോ മോൻ പറഞ്ഞ പോലെ. പക്ഷെ പോലീസിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. പോലീസ് നിയമപരമായിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യണം. സാറിന്റെ കുടുംബത്തെ പറ്റി പറയാമോ? എന്റെ കുടുംബത്തിൽ ഞങ്ങൾ 3 പേര് മാത്രം. ഞാൻ, എൻ്റെ വൈഫ് അങ്ങനെ ഒരു മാനേജ്മെന്റ് എക്സ്പേർട്ടാണ്. അവർ ജോലി ചെയ്യുന്നുണ്ടോ ടെക്നോ പാർക്കിൽ. പിന്നെ എൻ്റെ ഒരു മോനുണ്ടോ. ആ മോൻ ഇപ്പോൾ ക്ലാസ് 12ലാണ്. 3 പേര് മാത്രമേ ഉള്ളൂ. നമ്മുടെ വീട്ടിലെ 2 പട്ടിയുണ്ടോ. ആ ഡോഗ് 2 ഉണ്ടോ. അവരുണ്ട് അവിടെ മോന് പോലെയാണ്. ഞാൻ അത്ര ഒരു വലിയ പദവിയല്ല. നിങ്ങൾ ബോർഡൊക്കെ ഇതിലെ തന്നെ വരാം. അതിലൊന്നും വലിയ പദവി. ഞങ്ങള് ഒരു സിവിൽ സർവീസസ് പരീക്ഷ ഉണ്ട്. കോളേജിൽ പഠിച്ച ശേഷം ഞാൻ ആ സിവിൽ സർവീസ് പരീക്ഷ എടുത്തു. അപ്പൊ എടുത്ത ശേഷം എനിക്ക് ഒരു ഇന്ത്യൻ പോലീസ് സർവീസ് IPS കിട്ടി. അപ്പോൾ IPS ഓഫീസർമാരെ ഞാൻ ഇവിടുത്തെ കമ്മീഷണറായിരുന്നു. അപ്പോൾ എറണാകുളമിലെ കമ്മീഷണറായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു DGP ആയി. ഒരാൾക്ക് പോലീസ് ആണെങ്കിൽ അയാളുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം? സ്വഭാവം എന്താണോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ കാര്യം എൻ്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പെട്ടെന്ന് ചൂടാക്കാൻ പാടില്ല. വളരെ കൂളായിട്ട് നിൽക്കണം കാര്യങ്ങൾ. കാരണം നിങ്ങളൊക്കെ കുറേ ആൾക്കാർ വന്നിട്ട് അവരുടെ
വിഷമങ്ങൾ പറയും. ഒരു ആളുടെ മോന് പോയിട്ടുണ്ടോ, ഒരു ആളുടെ മോന് മരിച്ചിട്ടുണ്ടോ, ആളെ എക്സൈറ്റഡ് ആയിട്ട് പറയും. ആ സമയത്ത് നിങ്ങൾക്ക് ഒരു എക്സൈറ്റ്മെന്റ് ആക്കാൻ പാടില്ല. തിങ്കൾ കലമാനെ തോളത്തെടുത്തിട്ട് താഴെക്കെടുത്തിടാൻ എന്തു മോഹം. സാർ, ഓരോ ദിവസവും എന്റെ മോള് മമ്മേ മമ്മേ എന്ന് വിളിച്ച് കരയുമ്പോ ഇങ്ങനെ ഒരു വേഷം കെട്ടിയ സാർ ഞങ്ങൾ ഇവിടെ ആശ്വസിപ്പിക്കാറ്. ഇന്ന് ഇവനാണ് മമ്മയെങ്കിൽ നാളെ ഞാനാണ് മമ്മി സാർ. അതെ സാർ, കാലത്ത് ഇവനാണ് മമ്മിയെങ്കിൽ വൈകിട്ട് ഞാനാണ് സാർ വൈഫ്. അപ്പൊ ഡാഡി ആ സമയത്ത് ഇവൾക്ക് തന്തയില്ല സാർ. ഓ പോർ ബാസ്റ്റാർഡ്. സോറി മൈ ബോയ്. കേസ് അന്വേഷണത്തിന്റെ ടെൻഷനിൽ ഞാൻ നിങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. അതിലെനിക്ക് ദുഃഖമുണ്ട്. അറിയാം സാർ. മാടിന്റെ രൂപവും പ്രാവിന്റെ മനസ്സുമാണ് സാറിന്റേത്. സാർ ഒരു മാടപ്രാവാണ്. വെൽ യു സെഡ് ഇറ്റ്. താങ്ക് യു. അമ്മയില്ലാത്ത ഒരു കുഞ്ഞിന്റെ വേദന എനിക്ക് മനസ്സിലായി. ആ വേദന ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാനൊരു താരാട്ട് കമ്പോസ് ചെയ്യും. അമ്മിഞ്ഞ ഗാനങ്ങൾ. അവിഞ്ഞ ഗാനങ്ങളോ? അവിഞ്ഞ ഗാനങ്ങൾ അല്ലടോ, അമ്മിഞ്ഞ ഗാനങ്ങൾ. ചിക്കമുക്ക് ചിക്കുറയിലെ കലങ്കത്ത് പാരി സ്റ്റൈലേ. ട്യൂൺ കിട്ടി. ഇനി ലീവ് എടുത്ത് കമ്പോസ് ചെയ്താൽ മതി. അതാണ് ഫസ്റ്റ്. രണ്ടാമത്തെ കാര്യം നോളജ് വേണം. ആ നോളജ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പുസ്തകവും വായിക്കണം. ഞാൻ എല്ലാ ദിവസവും മോളെ രാത്രിയിൽ കിടക്കാൻ മുമ്പ് വായിക്കും. ഇന്റർനെറ്റിൽ വായിക്കും, ഇല്ലെങ്കിൽ പുസ്തകത്തിൽ വായിക്കും. അത് എൻ്റെ രാത്രിയിലെ 1 മണിക്കൂർ ഞാൻ വായിച്ചിട്ട് മാത്രം ഞാൻ ഐ വിൽ ഗോ ടു സ്ലീപ്പ്. അതാണ് ഇതൊരു നല്ല, എനിക്ക് തോന്നുന്നു അത് നല്ല. പോലീസ് ആവാൻ നേരത്ത് എങ്ങനെ ഫീൽ ചെയ്യും? പോലീസിലെ ജോലി എന്താണ് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനൊരു വേറൊരു ഇതിനെ ഞാൻ പാസ്സായ ശേഷം ഒരു എന്താ പറയുന്നത്, ഒരു എഞ്ചിനീയറിംഗ് ഇതിലെ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മീഷണറാണ് ജോലി ചെയ്യുന്നതായിരുന്നു. ആ സമയത്ത് ഇന്ത്യൻ പോലീസ് സർവീസ് എനിക്ക് കിട്ടി. ആ സമയത്ത് എനിക്ക് ഒരു കാര്യം അറിയില്ലായിരുന്നു പോലീസിൽ എന്താണോ. അത് നമുക്ക് പരിശീലനം കിട്ടിയ ശേഷം പോലീസിലെ ഇതേ കാര്യം മനസ്സിലായി. അതാണ് പോലീസിന്റെ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങി. ആ സമയത്ത് എനിക്ക് ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. DGP പറഞ്ഞ ഉത്തരങ്ങളിൽ ഏറ്റവും സത്യസന്ധമായ ഉത്തരം ഇത് തന്നെയാണ്. പോലീസിൻ്റെ പണി അറിയില്ല എന്ന് പറഞ്ഞത്. പണി ശരിക്കും അറിയുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത് പഠിച്ചിരുന്നെങ്കിൽ പരാതി പറയാൻ വരുന്നവർക്ക് റോഡിൽ കിടക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു. ഇനി ഇടവേളയാണ്. അത് കഴിഞ്ഞാൽ മഹിജ മടങ്ങി ജന്മനാട്ടിലേക്ക്.